ഹലോ ചങ്ങായിമാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഏകദേശം 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആ ബീഫ് നമുക്ക് നല്ലവണ്ണം അത് കട്ട് ചെയ്ത് നല്ലവണ്ണം കഴുകി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബീഫ് ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു ബീഫ് വേവുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നാലും മാത്രമേ ആ ഒരു മസാലയൊക്കെ നമ്മുടെ ആ ബീഫിൽ കയറി പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടത് മുളക് പൊടിയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നമുക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാലും മതി. നമ്മളിവിടെ ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് കുറച്ച് ഗരം മസാല വേണം. ഗരം മസാല ഒരു 3/4 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. നമ്മളുടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് അത് കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴായിരിക്കുള്ളൂ കുറച്ചുകൂടി എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഒന്ന് പിടിക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്പൂണിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫ് നമ്മൾ വേവിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളം എന്തായാലും ഇറങ്ങും. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അതായത് നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വേണ്ട, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേവുന്നതിന് ആവശ്യമായ ആ ഒരു വെള്ളം ഈ ബീഫിൽ തന്നെ ഇറങ്ങും. അതിനുശേഷം ഒന്നുകൂടി നല്ലവണ്ണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിത് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റും റെസ്റ്റ് ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ബീഫ് അടപ്പത്തിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞെടുക്കാം. നമ്മളിവിടെ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതുപോലെ ഇങ്ങനെ സ്ലൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. നമ്മൾ ഈ ബീഫ് ഫ്രൈയിൽ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തില്ലാതെ നമുക്കിത് ചെയ്യാം. പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ ആ ബീഫിന് അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നുകൂടെ ആ വെള്ളം മുഴുവനായിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. നമ്മളിത് ഡ്രൈ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ അതിനകത്തുണ്ടായിരുന്ന വെള്ളം എല്ലാം പോയി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിങ്ങനത്തെ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കുള്ളൂ ഭയങ്കര ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അത് സ്ലൈസായിട്ടോ എങ്ങനെയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 20-30 സെക്കൻഡ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ സവാളയും നല്ലോണം ഒന്ന് വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹാഫായിട്ട് വാടി കിട്ടിയാൽ മതി. ബാക്കി നമ്മുടെ ആ ബീഫിൽ കിടന്നിട്ട് റെഡി ആയിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ഹാഫ് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. കുറച്ച് നെയ്യുള്ള ബീഫാണെങ്കിൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കുള്ളൂ.
നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം പകുതി ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കും. അതാകുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അത്ര എരിവ് ആവശ്യമൊന്നുമില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട. ആ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അതനുസരിച്ച് സമയം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുകയും വേണം. ഇതാ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റിയോടുകൂടി ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.